ഇപ്പോൾ കേരളത്തിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ 28ഓളം സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ, അതായത് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP സമ്മാനിച്ച തൃശ്ശൂരിൽ ഇപ്പോഴും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തൃശ്ശൂരിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. അതായത് തൃശ്ശൂർ കുന്നംകുളം ചൊവ്വന്നൂരിലാണ് 11ാം വാർഡിൽ ബൈ ഇലക്ഷനിൽ BJPയുടെ ഈ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതായത് 3ാം സ്ഥാനത്തായിരുന്ന BJP 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്ന BJP ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ചൊവ്വന്നൂരിൽ. അതായത് 48 വോട്ടുകൾക്കാണ് LDFിനോട് പരാജയപ്പെട്ടിരിക്കുന്നത് തന്നെയും BJP സ്ഥാനാർത്ഥി. അവിടെ LDF സ്ഥാനാർത്ഥി നേടിയെടുത്ത വോട്ടുകളെന്ന് പറയുന്നത് 337 വോട്ടുകളോളമാണ് LDF സ്ഥാനാർത്ഥി നേടിയത്. അതേസമയം BJP സ്ഥാനാർത്ഥി നേടിയത് 289 വോട്ടുകളാണ്. അതായത് 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. 2020 199 വോട്ടുകളായിരുന്നു BJPക്ക് അവിടെ ലഭിച്ചത്. അതേസമയം 2025 ആയപ്പോഴത്തേക്കും അത് 289 വോട്ടുകൾ, അതായത് 90 വോട്ടിന്റെ ഒരു വർധന ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് നിലവിൽ BJPക്ക് സ്വാധീനം ഉണ്ടാക്കാനായിട്ട് ഏറെ സാധ്യമായ ഒരു സ്ഥലത്ത് BJP ഇപ്പോഴും ആ ഒരു മുന്നേറ്റം വളരെ വലിയ തോതിൽ തുടരുന്നു എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് തൃശ്ശൂരിൽ BJPക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ, അതായത് കുറച്ച് മുന്നേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് കേരളത്തിൽ നടന്ന നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും തൃശ്ശൂർ ചേലക്കരയിൽ BJP വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഏറെ ഹൈലൈറ്റ് ആയിട്ട് പലരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് ചേലക്കരയിൽ ഏകദേശം 23,000-നും 24,000-നും ഇടയിൽ വോട്ടുണ്ടായിരുന്ന BJPക്ക് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് 10,000-ഓളം വോട്ട് വർധനവാണ് ഉണ്ടായത്. അതായത് 34,000-ഓളം വോട്ടുകൾ നേടാനായിട്ട് BJP സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂർ ചേലക്കരയിൽ സാധ്യമായി എന്നുള്ളത് അവിടെ BJPക്ക് സ്വാധീനം വളരെ വലിയ തോതിൽ കൂടി വരുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് അവിടെ ഇപ്പോൾ BJPക്ക് ഒരു MP ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം സുരേഷ് ഗോപിയെ പോലൊരു MP ഉണ്ടായതിനു ശേഷം BJPയുടെ ഒരു വളർച്ച തൃശ്ശൂരിൽ വളരെ വലിയ തോതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചേലക്കരയിൽ BJPക്ക് ഉണ്ടായ ആ ഒരു വലിയ മുന്നേറ്റം, ഏകദേശം 10,000-ഓളം വോട്ടിന്റെ വലിയൊരു മുന്നേറ്റം. അതേസമയം ഇപ്പോൾ വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് ഈ ഒരു ബൈ ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും BJP 3ാം സ്ഥാനത്ത് നിന്ന BJP 2020 3ാം സ്ഥാനത്ത് നിന്ന BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും വോട്ടിന്റെ ഒരു വർധനവും അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് തൃശ്ശൂർ BJPക്ക് സ്വാധീനം വളരെ വലിയ തോതിൽ കൂടി വരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ ഒരു ബൈ ഇലക്ഷനിൽ പോലും. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തൃശ്ശൂർ BJP വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന ഡിസംബറിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എന്തൊക്കെ തരം ട്വിസ്റ്റുകളായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു MP സമ്മാനിച്ചിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ. അതിനുശേഷവും ആ ഒരു ഇമ്പാക്റ്റ് മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം അത് കഴിഞ്ഞ് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് 10,000-ഓളം വോട്ടിന്റെ ഒരു വലിയ വർധനവ് അവിടെ പെട്ടെന്ന് ഉണ്ടാകുന്നു. അത് ചേലക്കരയിൽ 34,000 വോട്ടിലേക്ക് BJP 24,000-ൽ നിന്നും പെട്ടെന്ന് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ബൈ ഇലക്ഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ബൈ ഇലക്ഷനിൽ പോലും BJP 3ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഇതൊക്കെ തന്നെ LDFും UDFും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. കാരണം BJPയുടെ തൃശ്ശൂരിലെ വളർച്ച അത് വളരെ വലിയ തോതിൽ കൂടി വരുന്നതായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.